ഹാപ്പി ബർത്ത്ഡേ മോളെ. നമുക്ക് പോവാം ഡാൻസ് കളിക്കാൻ. ഓ ഇരുട്ടാ. ഇവിടെ ഇപ്പോൾ വെളുപ്പിന് 6:30 ഞങ്ങൾ ഒരു റീൽസ് എടുക്കാൻ പോവാണേ. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും സൺറൈസ് ആവും. കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് റെഡി ആവണം. ഓക്കെ, എന്നാൽ റെഡി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാം. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഡിഷസും ഉണ്ട്. നമുക്ക് ചൂസ് ചെയ്യാൻ ഒരു വൈറ്റ് സ്പ്രെഡാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പോൾ ഇന്നാണ് എൻ്റെ ശരിക്കുള്ള ബർത്ത്ഡേ. അപ്പോൾ ഇന്നലെ ചെറിയ രീതിയിലൊക്കെ എൻജോയ് ചെയ്തു. കൊച്ചിൻ്റെ സർപ്രൈസസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബീച്ചിലൊക്കെ പോയി. അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം കിടന്നു. അടിപൊളിയായിരുന്നു. സോ ഫാർ സോ ഗുഡ്. നല്ല വെതറാണ്. ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ട്രിപ്പ് പോകണം, ഭയങ്കര റിലാക്സ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ് കനറി ഐലൻഡ്. യെസ്, കിഡിലം വ്യൂ ആണ്. നമുക്കിവിടുന്ന് ബീച്ച് കാണാം. അത് മാത്രമല്ല, UK അറിയാലോ, ഭയങ്കര തണുപ്പായിരിക്കും ബീച്ചിലൊക്കെ ഇറങ്ങാൻ. ഇവിടെ നമുക്ക് വെതർ അടിപൊളിയാണ്. കൊള്ളാം. ഡേയ്സ് ഇവിടെ ഷർട്ട് ഇടാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡേയ്സിനെ കാണിക്കാത്ത. ബീച്ച് വന്നപ്പോൾ ഞാൻ ഡേയ്സ് ഷർട്ട് ഇടാറില്ല, ഓൺലി ട്രൗസേഴ്സ്. ഇന്നലെ സർപ്രൈസ് തീർന്നു പറഞ്ഞല്ലേ. പക്ഷെ ഇന്നാണല്ലോ കൊച്ചിന്റെ ബർത്ത്ഡേ. അല്ല, ടു ബി ഓണസ്റ്റ്, ഇത് ഞാൻ അറേഞ്ച് ചെയ്തതല്ല. ഇത് അവസാനം ഒരു കാശ്. കാരണം ഇന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു ഹോട്ടലുകാർ തന്നെ കൊച്ചിന് വേണ്ടിട്ട് അല്ലേ? ഐ തിങ്ക് സോ. അപ്പൊ ഇന്നലെ സർപ്രൈസ് എല്ലാം തീർന്നു പറഞ്ഞാണ്. ബട്ട് അഗെയിൻ സംതിങ്. ഇന്നലെ മുഴുവൻ എന്റെ സർപ്രൈസ് ആയിരുന്നു. അത് ഇങ്ങനെയാണ്, ഇന്നലെ മുഴുവൻ എന്റെ സർപ്രൈസ്. ഇന്ന് ഹോട്ടലുകാരുടെ സർപ്രൈസ് ചെയ്യുന്നു. ഇനി നാളെ കൊച്ചു ബില്ല് പേ ചെയ്യാൻ പോകുമ്പോ നിനക്ക് വേറൊരു സർപ്രൈസ്. ആക്ച്വലി അവരെനിക്കിത് കൊണ്ട് തന്നപ്പോഴേ അയാളെ വന്ന് ചോദിച്ചു ഇത് തന്നപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ അല്ലെന്ന്. അപ്പൊ അയാൾ ഇത് കാണിച്ചു. ഇതിൽ ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ഡിക്സണോ. എനിക്ക് തോന്നുന്നു അവര് ഹാപ്പി ബർത്ത്ഡേ ഐ മീൻ ഡിക്സൺ എന്ന് പറയുമ്പോൾ അവരെ എനിക്ക് തോന്നുന്നേ ഈ സെക്കൻഡ് നെയിം രണ്ടുപേരുടെ സെക്കൻഡ് നെയിം അതാണ് വിചാരിച്ചത്. എനിവേ ഇത് അവരുടെ കോംപ്ലിമെന്ററി ആണെന്ന് തോന്നുന്നു. എനിവേ ഫെലിസ് കൊംപ്ലേനസ് അതാന്ന് തോന്നുന്നു ഹാപ്പി ബർത്ത്ഡേ ഇൻ സ്പാനിഷ്. ഓക്കേ, അപ്പോൾ കൊച്ചു ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. 2 ഷാംപെയിൻ ബോട്ടിൽസ് ഇരിപ്പുണ്ട്. നമ്മളാണ് അങ്ങനെ ഇന്നത്തെ ഇരിപ്പുണ്ടല്ലേ? ഇത് ഇരിക്കുന്നു. ഇന്നത്തിരിക്കുന്നു. അത് ഇന്നലത്തെ ഇവിടെ ഉണ്ട്, ഇന്നുണ്ട്. ഇതിപ്പോ എല്ലാം കൂടെ നമ്മൾ എങ്ങനെ കുടിക്കും? ബിക്കോസ് നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്തായാലും. ഇല്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ കുടിച്ചങ്ങ് തീർക്കുക. കുടിക്കുന്ന പിന്നെ ഞാനാണ്. ഡേയ്സ് ഒട്ടും കുടിക്കത്തില്ല. ഇന്നലെ ഒരു ചെറിയ ഡ്രിങ്ക്സ് എടുത്ത് വെച്ചിട്ട് ഞാനാണ് പിന്നെ കുടിക്കുന്നത്.
ഹോട്ടലിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ കേട്ടോ. ഓക്സിഡൻ്റൽ ജാൻഡി പ്ലയ ഇങ്ങനെയാണോ പറയുന്നത് അറിയത്തില്ല. ഇതാണ് ഹോട്ടൽ. ഇതൊരു റിസോർട്ടാണ് ആക്ച്വലി. ഒരു 400 പീപ്പിളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു റിസോർട്ടാണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ സോന, സ്പാ, മസാജസ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാം. സ്വിമ്മിങ് പൂൾസ് ഉണ്ട്. പിന്നെ കുറേ ഷോപ്സൊക്കെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു 2 to 3 ഡേയ്സ് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഡിന്നർ ബുഫേ ആണെങ്കിലും ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്പാനിഷ് ഐറ്റംസ്, പിന്നെ അതിൽ ഇറ്റാലിയൻ ഐറ്റംസ്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഡിഷസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വൈഡ് വെറൈറ്റി ഓഫ് ഡെസേർട്ട്സും ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ചീസിൻ്റെ തന്നെ ഒരു വലിയ ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് മീറ്റ്. നമ്മളുടെ ഈ ഓവറോൾ പാക്കേജ് നമുക്ക് 700 pounds 2 പേർക്കൂടെ ആയത്. ഈ 700 pounds എല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, നമ്മുടെ ഹോട്ടൽ അക്കോമഡേഷൻ, നമ്മുടെ ഫുഡ്, പിന്നെ എയർപോർട്ട് ടു ഹോട്ടൽ. അതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അല്ലാതെ തിരക്കിയപ്പോൾ ടാക്സിക്ക് അറൗണ്ട് 200 pounds ഒക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ 700 pounds കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഓപ്ഷനാണ്. നിങ്ങൾ കുറച്ച് സണ്ണി വെതറുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ, പിന്നെ അതുപോലെ അവിടെ സ്റ്റേ ചെയ്ത് ഒന്ന് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഹോളിഡേ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ കാനറി ഐലൻഡ് നല്ലൊരു ഓപ്ഷനാണ്. ഞങ്ങൾ പോയത് ഫുട്രിവെറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതല്ലാതെ ടെനറിഫും അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ലൈഫിൽ നമുക്കുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ യാത്രകൾ പോകുമ്പോഴാണ് നമ്മളുടെ കുറേയൊക്കെ നമ്മളുടെ ചിന്തകൾ മാറുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പല കാര്യങ്ങളെ പറ്റിയും നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്, നമ്മൾ ഈ ഒരു ലോകത്ത് വളരെ ചെറിയൊരു ടൈനി ഡോട്ടാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു സംഭവമാണ് യാത്രകൾ. ആൻഡ് ശരിക്കും ലൈഫിൽ ഒരു സക്സസ്ഫുൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം പുതിയ പുതിയ എക്സ്പീരിയൻസസ് കാണാൻ പറ്റുക, ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ശരിക്കും റിയലി വേർത്തായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. മോർ ദാൻ സൈറ്റ് സീയിങ്, ഞങ്ങൾ ഇത്തവണ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത്, അതായത് ഒന്ന് പീസ്ഫുള്ളായിട്ട് ഈ ബിസി ഷെഡ്യൂളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് വി റിയലി ഹാഡ് എ വെരി ഗുഡ് ടൈം. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.